ഇന്നത്തെ കാച്ചടി മുതൽ കരിമ്പിൽ തങ്ങൾപ്പടി കക്കാട് ആ ഏരിയത്തെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളെ കടന്നു പോകുന്ന ഇപ്പോഴത്തെ ഒരു വീഡിയോ. ഇനി ഒരു 4 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മളെ കക്കാട് കാച്ചടി വരെയുള്ളത് നോക്കാമല്ലോ. അന്ന് നമ്മൾ വീഡിയോ പകർത്തുമ്പോൾ 45 മീറ്റർ സ്ഥലം എടുത്ത് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്താണ് ആ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അന്ന് റോഡിൻ്റെ വീതി, ഇരുവശത്തുള്ള മരങ്ങൾ എല്ലാം നമ്മളിപ്പോൾ വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാച്ചടി അങ്ങാടിയിലേക്ക് ഇങ്ങനെ കയറി പോകട്ടോ. നോക്കിയാൽ ആൽമരം, ഇരുവശത്തുള്ള ചീനിമരം, അതുപോലെ തന്നെ അവിടെ അന്നത്തെ ജുമാഅത്ത് പള്ളി കാണാം. അങ്ങനെ അങ്ങാടി ആ ചെറിയ റോഡിലെ അവിടെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള വീഡിയോയാണ്. ബസ് സ്റ്റോപ്പ് നോക്കി, അതായത് ചെമ്മാട് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ച് കരിമ്പിലേക്ക് പോരുകയാണ്. കരിമ്പിൽ നമുക്കറിയാം ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ വലത് ഭാഗത്തു കൂടിയാണ് പുതിയ റോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗമൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഭാഗം മരങ്ങളും തെങ്ങുകൾ അതുപോലെ തന്നെ മതിലൊക്കെ പൊളിച്ചിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കാനുള്ള അളവിട്ട് സമയമായിരുന്നു. ഇപ്പം പുതിയ അന്നത്തെ ആ റോഡ് കാണാം, വീതി കുറഞ്ഞ റോഡ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കറിയാം ഇവിടെ ഒരു അണ്ടർപാസ്സാണ് ഇപ്പോൾ ഉള്ളത്. അണ്ടർപാസ് 45 മീറ്ററിൽ 6 വരിപ്പാതന പണി കഴിച്ച് അണ്ടർപാസ് പണി ചെയ്തിട്ടാണ് ഇവിടുന്ന് ഫ്രൂട്ട്സ് കടൻ്റെ നമ്മളെ കരിമ്പിൽ ഫ്രൂട്ട്സ് കടൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ കാണാം ഈ ഏരിയ ഒക്കെ ഇപ്പോൾ ഒഴിച്ച് നീക്കി. അപ്പോൾ ഇവിടെ അണ്ടർപാസ് കഴിഞ്ഞ് കരിമ്പിലങ്ങാടിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജുമാഅത്ത് പള്ളി കാണാം. അപ്പോൾ അത് കഴിഞ്ഞാൽ കരിമ്പിലങ്ങാടി എങ്ങനെയായിരുന്നു 4 വർഷം എന്നുള്ള അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ട് കരിമ്പിലങ്ങാടിയുടെ അന്നത്തെ ആ ബിൽഡിങ്ങൊക്കെ നോക്കി, അതൊന്നും പൊളിച്ച് നീക്കാത്ത സമയത്ത് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്ന ഏരിയ കാണാം. ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കാണാം. ഇവിടെയുള്ള അന്നത്തെ ആ പഴയ ബിൽഡിങ്ങുകളൊക്കെ അന്ന് 4 വർഷം മുമ്പ് നമ്മൾ പകർത്തിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്രാമ്പിപ്പള്ളിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് പിന്നെ കരിമ്പിൽ സ്ഥലങ്ങളൊക്കെ എടുത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കരിമ്പിലങ്ങാടി കഴിഞ്ഞാലുടൻ പിന്നെ വരുന്നത് ആലിഞ്ചോട് ഭാഗം, അതുപോലെ തന്നെ തങ്ങൾപ്പടി ഏരിയ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആ സമയത്ത് ചെറുതായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് കാണുന്നത്. ഇതിപ്പോൾ ചെറുമുക്ക് ഭാഗത്തേക്ക് പോകുന്നിടത്തുള്ള ആ ഒരു ഏരിയയുള്ള അവിടെ റോഡിന് വേണ്ടി മണ്ണ് നീക്കുകയാണ് JCB വെച്ച്. ആ വീഡിയോ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ശ്രീ പുരാന്തക ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ആ വർക്ക് ഷോപ്പ്, അതുപോലെ ദേവേട്ടൻ്റെ ഹോട്ടൽ ഭാഗം കാണാം. അത് കഴിഞ്ഞാൽ തങ്ങൾപ്പടി ആ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്നൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നോക്കിയാൽ ഇവിടെ നമ്മളെ താണിക്കൽ ഫൈസലിൻ്റെ വീടുന്ന ആ മുന്നിലെ ചീനി വരങ്ങണ ടയറും കട, അങ്ങനെ നേരെ ഓപ്പോസിറ്റിലാണ്. പിന്നെ നേരെ ഈ ഒരു ഭാഗത്തു കൂടെയുള്ള റോഡ് കടന്നു പോകുന്നത്. നേരെ ഓപ്പോസിറ്റ് റോഡ്, ആ പഴയ റോഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ആ പഴയ റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടുന്ന് കുറഞ്ഞൊരു ഭാഗം കക്കാട് ആദ്യത്തെ സ്കൂളിൽ നിന്ന ഭാഗം വരെ ആദ്യത്തെ റോഡ് നിന്നിട്ട് നേരെ ലെഫ്റ്റ് ഭാഗത്തു കൂടിയാണ് പുതിയ റോഡ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ പിന്നെ ഇവിടെ ആൽമരം സ്കൂളിൽ നിന്ന ഭാഗത്ത്, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ജുമാഅത്ത് പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ജുമാഅത്ത് പള്ളി. ആ ജുമാഅത്ത് പള്ളിയുടെ അന്ന് ഖബർസ്ഥാനൊക്കെ കുറേയൊക്കെ 500ഓളം ഖബർസ്ഥാനങ്ങൾ മാറ്റി വേറെ ഭാഗത്തേക്ക് മറയുക ചെയ്യുകയുണ്ടായത്. അതുപോലെ ഇവിടുന്ന് നേരെ നമ്മൾ കരിമ്പിൽ കക്കാട്ട് തങ്ങൾപ്പടി ഭാഗത്തേക്ക് വീഡിയോ എടുക്കുമ്പോൾ ആ ഏരിയ ഒക്കെ നല്ല ക്ലിയറാക്കി മരങ്ങളൊക്കെ വെട്ടി മാറ്റി ക്ലിയറാക്കി വെച്ചു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓവർപാസ്സാണ് നമ്മളെ കക്കാട് ഓവർപാസ്. ആ ഓവർപാസ് വരെ 6 വരി ഇരുവശം താഴ്ചയിലെടുത്ത് പിന്നെ ഓവർപാസ് കൊടുത്തിട്ടാണ് നമ്മളെ കൂരിയാട് ഭാഗത്തേക്ക് റോഡ് പോയിട്ടുള്ളത്. നമുക്ക് ആ വർക്ക് കഴിഞ്ഞ് ഇപ്പോഴത്തെ പുതിയ റോഡും കാണാം. അപ്പോൾ നോക്കിയാൽ പറഞ്ഞൊരു ഭാഗമാണ് ഇതിപ്പോൾ കക്കാട്ട് അങ്ങാടിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ജുമാഅത്ത് പള്ളിൻ്റെ ഏരിയയിലെത്തി. അപ്പോൾ പഴയ ആ 4 വർഷം മുമ്പുള്ള ജുമാഅത്ത് പള്ളിയുടെ അന്ന് മുൻവശവും അന്ന് ഖബർസ്ഥാൻ എടുത്ത് മാറ്റി വേറെ ഭാഗത്തേക്ക് മറവ് ചെയ്യുന്ന അന്നത്തെ വീഡിയോക്ക് മറ കെട്ടിയ ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കക്കാട്ടങ്ങാടി കാണിച്ചു കേട്ടോ. നമ്മളെ പഴയ കക്കാട്ടങ്ങാടി ഒക്കെ നിങ്ങൾ ആ ഡിവൈഡറുകളും സ്ക്വയർലെസ് കക്കാട്ടങ്ങാടിയുടെ അന്നത്തെ ആ ഒരു ചിത്രമാണ് ഇനി ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ജുമാഅത്ത് പള്ളീൻ്റെ ആ ഏരിയയിലാട്ടോ. അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ കക്കാട് ആ ഭാഗം ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡ്, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇപ്പോഴത്തെ ആ റോഡും കൂടി കാണിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.